അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് സംഘർഷനാളുകൾക്ക് വിരാമിട്ട് ഹോർമൂസ് കടലെടുക്ക് തുറക്കും. ഇറാനെതിരായ നാവിക ഉപരോധം അമേരിക്ക നീക്കും. ധാരണ ഒപ്പുവയ്ക്കുക വെള്ളിയാഴ്ച. ജനീവയിലാണ്. ലെബനോണിലടക്കം വെടിനിർത്തൽ വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി ഐശ്വര്യ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐശ്വര്യ, എന്നും പറയുന്നത് പോലെയല്ല ഒരുപക്ഷെ ഇത്തവണ കാര്യങ്ങളൊക്കെ ശരിയാകും എന്ന സൂചനകളാണ് ഒരുപക്ഷെ ലഭിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഇറാൻ്റെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. എങ്കിൽ കൂടിയും നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ കാലത്തെ ആ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, പലപ്പോഴും നല്ല രീതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഒരു ആക്രമണം ഇറാനിലേക്കും ഇറാൻ തിരിച്ചുള്ള ആക്രമണവും ഒക്കെ നടത്തുന്നത്. ഇത്തവണ ഒരു കരാറിലേക്ക് കൃത്യമായി ഇരു രാജ്യങ്ങളിലെത്തുമോ? ലോകത്ത് സമാധാനത്തിൻ്റെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ലോകത്ത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രഹരമേൽപ്പിച്ചതാണ്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ എടുത്ത് ചോദിക്കേണ്ടത്, എന്ത് കാരണം കൊണ്ടാണോ ഈ യുദ്ധം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണോ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച ആ റീസൺസ്, അതെല്ലാം പൂർത്തിയായി, അല്ലെങ്കിൽ അതെല്ലാം അമേരിക്ക നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം രണ്ട് ഭാഗവും, ഇറാനും അമേരിക്കയും ഈ വിജയത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതേ സ്വപ്ന ഈ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും പറയുന്നത് പോലെയല്ല, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുകയാണ്. 106 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ധാരണയുണ്ടായിരിക്കുന്നത്. ആ ഒരു കരാറിന് അന്തിമ രൂപമായിരിക്കുകയാണ്. അതായത് ട്രംപിൻ്റെ 80ാം ജന്മദിന വേളയിലാണ് ട്രംപ് ഇക്കാര്യം പുറത്തുവിടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണ, അത് ഒരു ധാരണയായിരിക്കുന്നു, കരാറിലൊരു ധാരണയായിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവിടുന്നത് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഈ വാർത്ത ട്രംപ് പറയുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു കരാറിൻ്റെ കാര്യം ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇത് ഇറാനും സ്ഥിരീകരിക്കുകയാണ്. അതോടെ ഒരു സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോവുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഈ ഒരു ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാനാണ്. നമുക്ക് അറിയുന്നത് പോലെ ഈ ഒരു യുദ്ധം തുടങ്ങി ഈ ഒരു 106 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്, അതിൽ പാകിസ്ഥാനുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ധാരണയുണ്ടായിരിക്കുകയാണ്. 60 ദിവസത്തെ താൽക്കാലിക സമാധാന കരാറിലാണ് ഒപ്പിടുക. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് കരാറിന് ഒപ്പിടുന്നത്. ജനീവയിൽ വെച്ചാണ് കരാറിൽ ഒപ്പിടുക. കൂടാതെ ഈ കരാറിൽ ഒപ്പിടാനായിട്ട് 47 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയും ഇറാനും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഈ ഒരു കരാറിലേക്ക് എത്തുന്നത്. അതായത് ഇതിനു മുൻപ് പലതവണ അമേരിക്കയും ഇറാനും ചർച്ചകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടൊരു ചർച്ച ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുക അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, കൂടാതെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരാണ് ഈ ഒരു ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക. നമുക്കറിയാം, ഹോർമൂസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടയ്ക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷമാണ് US നാവിക ഉപരോധവും ഏർപ്പെടുത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലുമാണ് ആദ്യമായി ധാരണയിലുണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലെടുക്ക് ഉടൻ തുറക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ അമേരിക്ക അറിയിക്കുന്ന മറ്റൊരു കാര്യം, നാവിക ഉപരോധം, ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പൂർണ്ണമായും നീക്കുമെന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത വരുന്നു. അതായത് ഹോർമൂസ് തുറക്കുന്നതോടുകൂടി അത് ഇറാന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെയൊക്കെ ഒരു ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം നമുക്കറിയാം, ഹോർമൂസ് കടലെടുക്കാണ് ഈ പ്രധാന എണ്ണവാതക ഒരു കടന്നു പോകുന്നൊരു പാത എന്ന് പറയുന്നത് ഹോർമൂസ് കടലെടുക്കാണ്. അപ്പോൾ ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രതിസന്ധിക്കും പരിഹാരമാവുകയാണ്. എന്തായാലും ഈ 60 ദിവസത്തെ ഈ വെടിനിർത്തൽ കരാർ ഈ ഒരു സമയപരിധിക്കുള്ളിലാണ് മറ്റു കാര്യങ്ങളിലൊക്കെയും ധാരണയാവുക. നമുക്കറിയാം, പ്രധാനമായും ഈ യുദ്ധം തുടങ്ങുന്നത് ഇറാനിലെ ഈ ഒരു ആണവായുധ ശേഖരം, ആണവായുധം സംബന്ധിച്ച കാര്യങ്ങളിൽ ധാരണയുണ്ടാക്കുക, അത് അമേരിക്കയ്ക്ക് കൂടി അതിലൊരു കൺട്രോൾ കൊടുക്കുക എന്നതിലാണ് ആദ്യമായി ഈ ഒരു സംഘർഷങ്ങൾ കാരണമാകുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ ഇപ്പോഴും ധാരണയായിട്ടില്ല. അപ്പോൾ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ സമയത്തായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെയും ധാരണയിലെത്തുക. ലെബനനിലെ സാഹചര്യമൊക്കെ ചർച്ചയാവുക ഈ സമയത്തായിരിക്കും. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഇറാനിലും അമേരിക്കയും ഈ ഒരു കരാറിൽ ധാരണ എത്തുന്നതോടുകൂടി സമാധാനം പുലരുകയാണ്. സ്വപ്ന.